മകരസംക്രമ പൂജ കണ്ടോ? അങ്ങനെ മകരസംക്രമ പൂജ കഴിഞ്ഞു. ഇനി നമ്മൾ തിരുവാഭരണം വരാനുള്ള കാത്തിരിപ്പാണ്. വൈകിട്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എങ്ങനെയാണ് സന്നിധാനത്ത് ഇപ്പോഴത്തെ ഒരവസ്ഥ? ഇല്ല, നമ്മളെല്ലാം നിയന്ത്രണ വിധേയമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 9-10 മണിയോടുകൂടെ അവിടെ ക്ലോസ് ചെയ്യണല്ലോ, അടുത്ത് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയാവും. ഇപ്പോൾ വളരെ 2 ലക്ഷത്തോളം ആൾക്കാരുടെ കാത്തിരിപ്പുണ്ടെങ്കിലും വരുന്ന ആൾക്കാരെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഇവിടെ 2 ലക്ഷത്തോളം പേര് ഉണ്ട്. അപ്പോൾ ആ ആൾക്കാർ മുഴുവൻ ജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നിടത്താണ് നമ്മുടെ വിജയമിനി. കൃത്യമായി ഭഗവാന്റെ ദ്വാരപാലകൻ എന്നാണ് അങ്ങ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലൂടെ വിശേഷിപ്പിച്ചത് സാഹിബ്. അപ്പോൾ ദ്വാരപാലകൻ തന്റെ ദൗത്യമെല്ലാം പൂർത്തിയാക്കോ ഈ തവണ? ദ്വാരപാലകന്റെ ദൗത്യം ഭഗവാന്റെ നിശ്ചയം പോലെയല്ലേ? ഭഗവാന്റെ ദ്വാരപാലകനാണ് ഞാൻ, തന്നെത്താനൊരു ദ്വാരപാലകനാവാൻ പറ്റില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ തീരുമാനം നടക്കും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തീർത്ഥാടനം പൂർത്തീകരിക്കാൻ പറ്റും. എനിക്കതിനെക്കുറിച്ച് സംശയമില്ല. അത് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം നമ്മളെ കൈവിടില്ല. വല്ലാത്ത ശാന്തതയും വല്ലാത്തൊരു സാധാരണ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ശാന്തതയുണ്ടല്ലേ ഈ തവണ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് സീമകളില്ല. എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇത്ര ശാന്തമായിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുമില്ല. എന്തായാലും അല്ല, അത്ഭുതം തന്നെയാണ്. അത് ആ അത്ഭുതം പൂർത്തീകരിക്കപ്പെടും. വലിയൊരു അത്ഭുതമായിട്ട് തന്നെ തുടർന്ന് നമുക്ക് വിചാരിക്കാം. കൗതുകത്തിന് വേണ്ടി ഈ 2 ലക്ഷം അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാനും അവരുടെ സേവനത്തിനുമായി എത്ര പോലീസുകാരുണ്ട്? ഏകദേശം 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ ഒരു 1500 പേര് വേറെയുണ്ട്. മൊത്തം 6500-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി മാത്രമായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മറ്റ് ഇടത്താവളങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നിൽക്കുന്ന പോലീസുകാരെ കൂടാതെയുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രം അത് മതിയായ പോലീസുകാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളത് സന്നിധാനത്ത് പോലീസ് സേനയുടെ സേവനം അതെടുത്തു പറയേണ്ടത് തന്നെയാണ്.